നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മ്യാൻമാർ അതിർത്തിയിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയതായി നിരോധിത സംഘടനയായ പരേഷ് ബറൂവ നേതൃത്വം നൽകുന്ന ഉൾഫ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ അവർ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇത് നിഷേധിച്ചിരിക്കുകയാണ്. മ്യാൻമാറിലെ സാങ്കേയിലുള്ള തങ്ങളുടെ ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. പുലർച്ചെ 2 മുതൽ 4 വരെ നാഗാലാൻഡിലെ ലോങ്ങോ മുതൽ അരുണാചൽ പ്രദേശിലെ പാങ്സോ പാസ് വരെയുള്ള മേഖലയിൽ ആക്രമണം നടത്തിയെന്നാണ് ഉൾഫ ആരോപിക്കുന്നത്. ആക്രമണത്തിൽ കമാൻഡർ മരിച്ചെന്ന് പോലും പ്രചാരണമുണ്ട്. ഏതായാലും ഇന്ത്യ ഇത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ കൃത്യമായിട്ട് ലോകരാജ്യങ്ങൾക്കറിയാം. ഏതെങ്കിലും രീതിയിലുള്ള അങ്ങോട്ട് കയറിയുള്ള പ്രകോപനത്തിനൊന്നും ഇന്ത്യ യാതൊരു തരത്തിലും ശ്രമിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇന്ത്യ നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി സാധാരണക്കാരായിട്ടുള്ള 26ഓളം ആളുകളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ അങ്ങോട്ടൊരു തിരിച്ചടി നടത്തിയത്. അതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ശത്രു രാജ്യങ്ങൾക്കെതിരെയോ അതിർത്തി രാജ്യങ്ങൾക്കെതിരെയോ ഇന്ത്യ കൈക്കൊള്ളാറില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം. കൃത്യമായി ചൈനയും പാകിസ്ഥാനും അടക്കം ഇന്ത്യക്ക് നിരന്തരം ഭീഷണികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും വരുമ്പോൾ സംയമനം പാലിച്ചു നിന്നിരുന്ന ഇന്ത്യയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലും നടത്തിയത്. ഏതായാലും അത്തരത്തിലൊരു അറ്റാക്ക് ഇന്ത്യ നടത്തിക്കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുകയും ഇന്ത്യ ചെയ്യാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ തന്നെ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം നമ്മുടെ ഉന്നത കമാൻഡർമാരാണ്, അത് കര നാവിക വ്യോമ കമാൻഡർമാരാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള ബ്രീഫിംഗ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വിവരിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ഭാരതത്തിൽ ഇന്ത്യ ഇത്തരത്തിലൊരു സ്ട്രൈക്ക് നടത്തിയെന്ന് മ്യാൻമാർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അത് തീർത്തും ഒരു കുപ്രചാരണം തന്നെയാണെന്നാണ് ഇന്ത്യ അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഫ്രാൻസ് നിർമ്മിത 150ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഉൾഫ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തിൽ നയൻ അസം, ഗണേഷ് അസം, പ്രദീപ് അസം എന്നിവർ കൊല്ലപ്പെട്ടുവെന്നും 19ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ട്. നയന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് മറ്റു 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നും അവർ ആരോപിച്ചു. മ്യാൻമാർ സൈന്യവുമായി സഹകരിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്നും ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഗുവാഹത്തിയിലെ പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് ഇക്കാര്യം നിഷേധിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് അത്തരത്തിലൊരു ഓപ്പറേഷനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. അസമിലെ വിഘടനവാദി സംഘടനയായ ഉൾഫയുടെ ഒരു വിഭാഗത്തെ നയിക്കുന്നതും പരേഷ് ബറൂവയാണ്. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് പരേഷ് ബറൂവ കഴിയുന്നതെന്നാണ് സൂചന. നേരത്തെ ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത് നടത്തിയ കേസിൽ ബറൂവയെ വെറുതെ വിട്ടിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും ചേർന്നായിരുന്നു 2001 മുതൽ 2006 വരെ ഭരണം നടത്തിയിരുന്നത്. ഖാലിദ സിയ മന്ത്രിസഭയുടെ കാലത്താണ് പരേഷ് ബറൂവയ്ക്ക് ബംഗ്ലാദേശ് അഭയം നൽകിയത്. ഇതിനിടെ ഉൾഫയ്ക്ക് വേണ്ടി 10 ലോഡ് ആയുധങ്ങൾ കടത്തിയത് 2004 ഏപ്രിലിൽ പിടികൂടിയിരുന്നു. 27,000 ഗ്രാനേഡുകൾ, 150 റോക്കറ്റുകൾ എന്നിവയടക്കമുള്ള ആയുധങ്ങളാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് എത്തിച്ചു കൊടുത്തത്. തുടർന്ന് വന്ന ഷെയ്ഖ് ഹസീന മന്ത്രിസഭ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഖാലിദ സിയ മന്ത്രിസഭയിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ലുത്ഫ് ഉസ്മാൻ ബാബർ, മന്ത്രിയും ജമായത്തി ഇസ്ലാമി നേതാവുമായ മുദിയൂർ റഹ്മാൻ നിസാമി, ഇന്റലിജൻസ് മേധാവി റസാഖുൽ ഹൈദർ ചൗധരി തുടങ്ങിയ 6 പേരെ കുറ്റവാളികളായി കണ്ടെത്തിയത്. ഇതിൽ നിസാമിയെ 1971 കൂട്ടക്കൊലക്കേസിൽ തൂക്കിലേറ്റി, മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കി. ഇതിനിടെ ബറൂവ ചൈനയിൽ അഭയം തേടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുണ്ട്, ഈ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അറ്റാക്ക് ഇതുവരെയായിട്ടും ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. യൂറോപ്പിലേക്ക് ജോലി തേടിപ്പോയ 4 മലയാളികളടക്കം 44 ഇന്ത്യക്കാർ മ്യാൻമാറിൽ തടങ്കലിലാണ്. ഇവർക്കൊപ്പം ജോലി തേടിപ്പോയി മ്യാൻമാറിൽ കുടുങ്ങിയ പടന്ന സ്വദേശി മജൂദ് അലിയാണ് ഇത് സംബന്ധിച്ച് വിവരം നൽകിയത്. താൽക്കാലിക ജോലി ലഭിച്ച മജൂദ് അലി ഇയാളുടെ കമ്പനിക്കടുത്തുള്ള ഗോഡൌണിൽ തടങ്കിൽ ഉള്ളവരുടെ ദൃശ്യങ്ങൾ പകർത്തി വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മഷൂദ് അലി ഉൾപ്പെടെയുള്ളവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ സംഘത്തിന്റെ കയ്യിലാണ്.
മ്യാൻമാറിലെ ഡോങ്മെയ് പാർക്കിലാണ് ഇവരെ തടങ്കലിലുള്ളത്. മെയിലാണ് ബംഗളൂരിലേക്ക് എന്ന് പറഞ്ഞ് മഷൂദ് അലി വീട്ടിൽ നിന്ന് പോയത്. ലണ്ടനിലേക്ക് പോകുന്നതിന് തായ്ലാന്റിൽ എത്തിയതായി പിന്നീട് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. തട്ടിപ്പ് സംഘം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ആളുകളെ റിക്രൂട്ട് ചെയ്തതെന്നും മഷൂദ് അലി പറഞ്ഞു. 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പലരിൽ നിന്നും തട്ടിപ്പ് സംഘം വാങ്ങിയിട്ടുണ്ട്. ബാങ്കോക്കിൽ കുറച്ചുനാൾ ജോലി ചെയ്ത് പ്രവർത്തന മികവ് തെളിയിക്കുമ്പോൾ അവിടെ നിന്ന് UK ജോലി മാറ്റി നൽകുമെന്നാണ് ഇവരോട് പറഞ്ഞത്. അത് വിശ്വസിച്ച് സംഘത്തിന്റെ വലയിൽപ്പെട്ടവരെ മ്യാൻമാറിലേക്ക് മാറ്റുകയായിരുന്നു. എന്നും വളരെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ പടുകുഴിയിലാണ് മ്യാൻമാർ എന്ന് പറയുന്ന സ്ഥലം. ഭീകരമായ ആഭ്യന്തര യുദ്ധത്തിന് മീതെ ഭയങ്കരമായ ഭൂകമ്പം കൂടിയാണ് ആ രാജ്യത്തെ കൂടുതൽ കൊടും പട്ടിണിയിലേക്കും രോഗങ്ങളുമായി മല്ലിടുന്ന കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്കും തള്ളിവിടുന്നത്. ഈ വർഷം മാർച്ചിലും ഇതുവരെ കനത്ത തരത്തിലുള്ള അതിഭീകരമായ ഭൂകമ്പവും അവിടെ സംഭവിച്ചിരുന്നു. 2021 ഫെബ്രുവരി 21 ജനറൽ ആങ് സാൻ സൂചിയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ സൈന്യം അധികാരം പിടിച്ചത്. അതിനുശേഷം അവർ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇതിനകം അവിടെ അന്ന് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 75,000-ലധികം ആളുകളായിരുന്നു. മനുഷ്യനും പ്രകൃതിയും മത്സരിച്ച് അടിച്ചു തകർത്തത് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതങ്ങളാണ്. ഈ കൊടും ദുരന്തത്തിനിടയ്ക്കാണ് മാർച്ച് 28 അവിടെ റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം ഉണ്ടായത്. രാജ്യത്തെ 2ാമത്തെ വൻ നഗരമായ മാണ്ടലേക്ക് അടുത്താണ് അന്ന് ഭൂകമ്പം ഉണ്ടായത്. 1000-ത്തിനപ്പുറം ആളുകളാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. ഈ ദുരിതത്തിനിടയിലും അന്ന് അവിടെ തോക്കുധാരികൾ നിശബ്ദമായിട്ടില്ലായിരുന്നു. ഭൂകമ്പമുണ്ടായി 3 മണിക്കൂറിനകം തന്നെ അവിടെ പട്ടാള ഭരണകൂടം വിമത കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം പുനരാരംഭിച്ചിരുന്നു. സഹായത്തിനായി ജനം കേഴുമ്പോഴും അധികാരം തന്നെയാണ് അവിടെ വലുത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന സൈനിക ഭരണകൂടത്തെ എതിർക്കുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ്, പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ്. ഈ സംഘടനയുടെ പ്രവർത്തനം നാഷണൽ യൂണിറ്റ് ഗവൺമെന്റ് എന്ന നിഴൽ സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡിപെൻഡൻസ് ആർമി, അരാക്കൻ ആർമി പോലുള്ള വംശീയ സായുധ സംഘടനകളും ഇവയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ പലയിടങ്ങളിലും സമാന്തര ഭരണം നടത്തുകയാണ്. സൈന്യമാകട്ടെ ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുന്നത് പോലെയാണ് വംശീയമായ ഈ ചെറുത്തുനിൽപ്പുകളെ നേരിടുന്നത്. സിവിലിയനുകളുടെ ജീവനാശത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ സ്വന്തം രാജ്യത്തിനുള്ളിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ് ഇവരുടെ പതിവ്. 2024 മാത്രം 800 തവണയാണ് സൈനിക ഭരണകൂടം അജണ്ട സ്വന്തം നാട്ടിനുള്ളിൽ വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടാവുന്നില്ല. വിമതരുടെ ശക്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് എവിടെയും. മാർച്ച് 29 നാഷണൽ യൂണിറ്റ് ഗവൺമെന്റ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സഹായിക്കാനായി ഏകപക്ഷീയമായി 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം കേട്ടതായി പോലും ഭാവിച്ചില്ല. ആക്രമണം വർദ്ധിപ്പിക്കുകയായിരുന്നു. ആൾക്കാരെ ഏത് വിധേനയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സർക്കാർ സ്വന്തം ജനതയുടെ മേൽ ബോംബാക്രമണം നടത്തുന്നത് സങ്കല്പിക്കാനാകാത്തതാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ അടക്കം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാങ്യിങ് വിമതരുടെ ശക്തി കേന്ദ്രമായ സാങ്യാങ്ങിലെ നിരവധി ഗ്രാമങ്ങൾ ചുട്ടരിക്കപ്പെടുകയും സിവിലിയൻസിന് നേരെ ബോംബാക്രമണം ഉണ്ടാവുകയും ചെയ്തു. അരാക്കൻ ആർമിക്ക് വൻ മേൽക്കൈയുള്ള രാഖൈൻ പ്രവിശ്യയിലും അവിടെ ബോംബാക്രമണം തുടരുകയായിരുന്നു.